നല്ല നന്ദപ്പന് വൈകി കുഞ്ഞു കിടക്കുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, എന്തോ പറയാനാ, സത്യം പറഞ്ഞാൽ ഈ വീഡിയോ മൊത്തം ശോകമാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഞങ്ങളുടെ ശോകം കാര്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും മഴ ഭയങ്കര എന്താ പറയാൻ നല്ല രസമായിരിക്കും, ഇല്ലെങ്കിൽ കാത്തിരുന്നതായിരിക്കും മഴ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. മഴ ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കി. പിന്നെ ഇപ്പോഴും ഓരോ ബുദ്ധിമുട്ടാണ് മഴ കാരണം. ഞാൻ ഒരുപാട് കഷ്ടപ്പെടുക. പിന്നെ ഫസ്റ്റ് വെള്ളമില്ലാതെ കുറേ ബുദ്ധിമുട്ടി കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പം പക്ഷെ മഴ വന്ന് വെള്ളമൊക്കെ ഉണ്ട്. പക്ഷെ ഇതിപ്പം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ അതാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം, ഈ മഴയത്തെ ഈ ഒരു ദിവസമാണ് നിങ്ങൾക്കിത് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ രാവിലെ കുളിച്ച് ഡ്രസ്സ് വിട്ടുകൊണ്ട് നിൽക്കുവാണ്. നന്ദൂട്ടിക്ക് ഇന്നലെ ഒരു ഷോർട്സിൽ നിങ്ങൾ കണ്ടായിരിക്കും, ആൾക്ക് ചെറിയൊരു ജലദോഷം പോലെയുണ്ട്. ആൾക്ക് പനിയായി. മഴയത്ത് കണ്ണ് തെറ്റുന്നതും ബാക്ക് ഡോർ ഒന്ന് തുറന്നു കിടക്കുന്നതും ആൾ അതുവഴി വെളിയിൽ ഇറങ്ങി കറക്കുവാണ്. അങ്ങനെ പനിയായിട്ടുണ്ട്. ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുഞ്ഞിനെ. പക്ഷെ അവൾക്ക് കുറവില്ല. ഇപ്പം ഹോസ്പിറ്റലിലോട്ട് രാവിലെ കൊണ്ടുപോകാൻ പോവുകയാണ്. കടേര പണി മഴ കാരണം കുറേ നീട്ടി വെച്ച് അതങ്ങനെ ഒരു സൈഡ്. പിന്നെ അതുപോലെ എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അപ്പൂപ്പൻ്റെ വാഴ കൃഷി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ മുന്നുള്ള വീഡിയോ ഒക്കെ അത് ഇട്ടിട്ടുണ്ട്, അപ്പൂപ്പൻ്റെ കൃഷി തോട്ടമൊക്കെ. അപ്പൂപ്പൻ ഏകദേശം 1500 മൂട് വാഴ അടുപ്പിച്ച് മറിഞ്ഞു വീഴുന്നു കാറ്റത്തും മഴയത്തും. പിന്നെ അപ്പൂപ്പൻ്റെ അവിടെയൊക്കെ മൊത്തം ഫുള്ളും ശോകമാണ്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട് അറിയാലോ, ഈ ഒരു റൂം മാത്രമേ ഇതിനെ റൂഫ് ചെയ്തിട്ടുള്ളൂ, അല്ലാതെ മൊത്തം ആസ്പെറ്റാസ് ആണ്. അപ്പോൾ ഫുള്ള് ചോർച്ചയും ഫുള്ളും വിഷയമാണ്. അടുക്കളയിലൊന്നും നമുക്ക് കയറാൻ പോലും പറ്റുന്നില്ല. ആ ഒരു ലെവലാണ് നമ്മുടെ വിഷയം. റൂമിലും ഇതേപോലെ സെയിം അവസ്ഥ. ഭിത്തി മൊത്തം വെള്ളമൊക്കെ പിടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ മെത്തേക്കിടെ തറയിലിട്ടൊക്കെയാണ് കിടക്കുന്നത്. സത്യം പറയാൻ മഴ ഭയങ്കര ഒരു വിഷയമാണ്. ഞാൻ കുറേ കൺമണി ഓർഡർ വരുന്നുണ്ട്. എല്ലാം എന്താ പാക്ക് ചെയ്ത് കയ്യിൽ വെച്ചേക്കുവാണ്. എനിക്ക് കൊടുക്കാൻ പോലും നിവർത്തിയില്ല. ഇവിടെ ഞാനും ചേട്ടനും കുഞ്ഞും ഉള്ളൂ, അറിയാമല്ലോ. അപ്പം ചേട്ടൻ കടയുടെ ആവശ്യത്തിന് പോകുമ്പോൾ ഞാനും കുഞ്ഞും കൂടെ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഈ വയ്യാത്ത ഇവളെയും കൊണ്ട് മഴയത്ത് എനിക്ക് വെളിയിലിറങ്ങി കൊറിയർ പോലും അയക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഈ മഴ ഞങ്ങൾക്ക് തന്നത് കേട്ടോ. ഇങ്ങോട്ട് നോക്കുക ഗൈസ്, ഈ ഒരു ബോക്സ് നിറച്ച് നമ്മുടെ കൺമണി ഓർഡർ എല്ലാം കൂടെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. എനിക്കിത് കൊടുക്കാൻ നിവർത്തിയില്ല, കാരണം അത്രയ്ക്കും മഴയാണ്. എന്നെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ എന്തും അവരോട് പറയണമെന്നൊന്നും അറിഞ്ഞൂടാ. അതാണ് സത്യം പറഞ്ഞ അവസ്ഥ. ഇന്നിതിപ്പോൾ ഞാൻ എന്തായാലും കൊണ്ട് കൊടുക്കുകയാണ്. 2 കൊറിയർ ഓഫീസിലായിട്ട് കൊടുക്കുന്നത്. എങ്കിലും അവർ ഇന്ന് തന്നെ ഇത് ഇത്ര അയക്കുള്ളൂ. ഇന്ന് വയ്യാത്ത നന്ദുട്ടനെയും കൊണ്ട് ഞാൻ റെയിൻകോട്ടൊക്കെ ഇട്ട് ഇവിടെ നിന്ന് പുനലു ഹോസ്പിറ്റലിൽ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഒരു ദിവസം ഫുള്ള് നിങ്ങളുമായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇവിടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇപ്പോഴുള്ളതുപോലെ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതുപോലെ തുടർച്ചയായിട്ട് ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എന്നാ കഴിച്ച് ഞാൻ പറഞ്ഞില്ലേ വീടിൻ്റെ കാര്യം കണ്ടോ. ഞങ്ങളുടെ റൂമിനകത്ത് റൂഫ് ചെയ്തതിൻ്റെ താഴെ കൂടെ വെള്ളം പിടിക്കുന്നതാണ്. മഴയെന്ന് വെച്ചാൽ അങ്ങനെ. ഞങ്ങളതുകൊണ്ട് ഇവിടെ താഴെ ബെഡിൽ കിടക്കുന്നില്ല, ഞങ്ങൾ തറയിലാണ് കിടക്കുന്നത് മെത്തയെടുത്തിട്ടിട്ട്. ഇതാണ് ഗൈസ് മഴ ഞങ്ങൾക്ക് തന്ന അനുഭവം. അങ്ങനെ ഗൈസ് നമ്മുടെ പനിക്കാരി കയറി നിൽക്കുന്നുണ്ടോ, കണ്ടോ. കേക്കൊക്കെ വാങ്ങിച്ചു തരാം, പനിയ ദിവസം വാങ്ങിത്തരാം. അങ്ങനെ ഗൈസ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ മക്കൾ ഇറങ്ങി ഇങ്ങി വാ. ജനല് പൂട്ടുവാട്ടോ, എൻ്റെ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്തം കണ്ടോ. ഗൈസ് ഞങ്ങൾ പോവാന്ന് വിചാരിച്ചായിരുന്നു. അപ്പോഴത്തേക്കും ഭയങ്കര മഴ, ഒരു രക്ഷയില്ല. അങ്ങനെ ചേട്ടനെ വിളിച്ച് ചേട്ടൻ കടയിൽ നിന്ന് അവിടെ നിന്ന് വരുവാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. എന്തപ്പോഴാണെങ്കിൽ വയ്യ. ഈ മഴയത്ത് ഇറങ്ങുമോ? ഇത് 2 ദിവസം മഴയത്ത് ഇറങ്ങത്തില്ല. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അച്ഛൻ. വന്നിട്ട് വീഡിയോ എടുക്കാനാണോ? എവിടെ? കടയിലോ? കട എനിക്കൊന്ന് കാണണമെന്നുണ്ടോ, നമുക്ക് പോയിട്ട് വരാം. ഹലോ ഗൈസ്, നമ്മുടെ കട കണ്ടോ, ഇതോ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ടാറ്റ.
ഏത് ഹോസ്പിറ്റലിൽ പോവാ? നമ്മള് പത്തനാപുരം പോണ്ടേ? ഇവിടെ കാരുണ്യ കാണിച്ചത് ചേട്ടാ. ഗവൺമെന്റ് ഹോസ്പിറ്റൽ വേണം, എടുക്കണം. നന്ദപ്പ അവിടെ ഇരിക്കും. ചിലപ്പോ ഇതേപോലെ വണ്ടി മനസ്സിലായോ? എല്ലായിടത്തും റെയിൻകോട്ട് തൂക്കിട്ടേക്കുന്നുണ്ട്. എനിക്കൊരു റെയിൻകോട്ട് മേടിക്കണം. എനിക്കിങ്ങനെ ടൗണിലൊക്കെ വണ്ടിയിൽ വരുമ്പോ 79 രൂപയുള്ളൂ നമ്മുടെ റിയൽ ബസാറിൽ. എനിക്ക് കുറഞ്ഞത് അല്ലേ നന്ദൂട്ടാ? നമ്മുടെ തൂക്കുവലം ഒരു സമയത്ത് മൊത്തം എന്റെ വ്ളോഗിൽ ഫുള്ളും തൂക്കുവലായിരുന്നു. കണ്ട് നിങ്ങൾ മടുത്ത്. മഴയത്ത് വെള്ളം കണ്ടോ? വെള്ളം ഒന്നും വലിയ ഇതായിട്ട് പൊങ്ങിയില്ലല്ലേ ചേട്ടാ? എന്നെ ഇവിടുത്തെ DTDC-യിൽ ഒന്ന് നിർത്താമോ? ഇനി അങ്ങ് ചെമ്മന്തൂ കയറണ്ട. എന്താ ഓക്കെ, എങ്കിൽ ഇവിടെ നിന്ന് അങ്ങ് അയച്ചിട്ട് പോവാം. എനിക്ക് വിഷ്ണു മഠത്തിൽ ഞാനൊരു പാഴ്സൽ വെച്ചിട്ടുണ്ട്. ഞാനിപ്പം പുനലൂരിൽ നിന്ന് പത്തനാപുരത്തോട്ട് പോവുകയാണ്. കാരണം അവിടെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരൻ്റെ ഈ കൺമണി മൊത്തത്തിൽ അങ്ങ് കൊടുക്കുക. അപ്പം അവിടെ മൊത്തത്തിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയി. കാണുന്ന പോസ്റ്റ് ഓഫീസായിരുന്നു കേട്ടോ, പത്തനാപുരം പോസ്റ്റ് ഓഫീസ്. അവിടെ പോയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നന്ദപ്പന് വയ്യ, നന്ദപ്പൻ നല്ല നമുക്ക് അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. കുഞ്ഞൊരു പോസ്റ്റ് ഓഫീസാണ്. അപ്പം നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് കുറച്ചായിട്ട് അവർക്ക് പാഴ്സൽ അയക്കാൻ പറ്റുള്ളൂ. അതാണ് സംഭവം. ഓക്കെ, ഇതട്ടെ. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പം ഞാൻ പകുതിക്ക് വെച്ച ഫ്രണ്ടിക്ക് ഞാൻ കാരണം പറ്റിയിട്ടെങ്കിൽ ഞാൻ അടയ്ക്കണം. കണ്ടോ നല്ല നന്ദപ്പന് വൈകി കുഞ്ഞു കിടക്കുന്നു. ഗൈസ് നമ്മുടെ നന്ദൂട്ട് എന്താ ഉറങ്ങി കിടക്കുവാണ് ഗൈസ്. നമ്മളെ കട ഇത്രയും പണിയായി കണ്ടോ ചേട്ടാ? ഇതൊന്നും എനിക്ക് സൂം ആക്കി അങ്ങോട്ട് കാണിച്ചു. അപ്പം ഞാനിവിടെ കൺമണീൻ്റെ ഓർഡറെല്ലാം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ആൾ വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് കിടന്ന് ഉറങ്ങുവാണ്. നല്ല ചൂടുണ്ട്. അപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല, കുറയും. അപ്പോൾ കിടന്ന് ഉറങ്ങുക പാവം. ഇതിന് മുന്നേ ഒന്നും കണ്ടിട്ടില്ലല്ലോ നന്ദൂസ് ഇത്രയും സൈലൻ്റ് ആയിട്ട് കിടക്കുന്നത്. സംഭവം വയ്യാത്തോണ്ടാണ് കുഞ്ഞങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് വീഡിയോ ഒന്നുമില്ല. വാച്ച് കിടന്നുറങ്ങി. അവൾ കഴിച്ചു. കുറച്ച് കഞ്ഞിയൊക്കെ ഞാൻ കൊടുത്തായിരുന്നു വന്നിട്ടപ്പം. കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങുവാണ്. ഇപ്പോൾ വയ്യാത്തോണ്ട് കിടന്ന് ഉറങ്ങുമായിരിക്കും. ഇന്നലെ ഒന്നും ഒട്ടും ഉറങ്ങിയില്ല, കാരണം മൂക്കടപ്പ് കാരണം. അപ്പോൾ മരുന്നും കൊടുത്തു. ഇനി വേറെ പരിപാടിയൊന്നുമില്ല, ഓർഡറൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുവാണ്. ചേട്ടൻ ഇനിയിപ്പം വരും, പിന്നെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങും. ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ. എല്ലാവർക്കും ബൈ.